ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പവായിലേക്കാണ് പോണത്. കുറച്ചൊരു ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് പോകാൻ. അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് ആണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഫ്രണ്ടും വന്നിരുന്നല്ലോ, അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പവായിൽ നിറയെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഒക്കെ ഒരുപാട് വെറൈറ്റി ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നവരാത്രി ആയ കാരണം ഷോപ്പിങ്ങും ചെയ്യാലോ എന്നുള്ളൊരു പ്ലാനും ഉണ്ട് കേട്ടോ മനസ്സിൽ. ഒന്നും മേടിച്ചിട്ടില്ലെങ്കിൽ ഇത് കാണാൻ തന്നെ എന്ത് രസമാണ്. ഇതൊക്കെ കാണാൻ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഇതേ നമ്മൾ വെൽക്കം ചെയ്യാൻ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാനാണോ വന്നത് എന്ന് മറന്നുപോയി ഇതൊക്കെ കണ്ടപ്പോൾ. ഇതിപ്പോൾ ഇവിടുത്തെ കാഴ്ച മാത്രമല്ല കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ എല്ലാ സ്ട്രീറ്റിലും മാർക്കറ്റിലും വലിയ ഷോപ്പിംഗ് മോളിലായാലും ഇത് തന്നെയാണ് അവസ്ഥ. എവിടെയും നമുക്ക് നവരാത്രിയുടെ ഡ്രസ്സ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ. ഓർണമെൻറ്റ്സ് ആണെങ്കിലും അതെ കേട്ടോ. പക്ഷേ എല്ലാവരും ഒന്നും എല്ലാ വർഷവും പുതിയ ഡ്രസ്സൊന്നും മേടിക്കില്ല. നമ്മുടെ അടുത്ത് ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ തന്നെയാവും മിക്കവാറും ആൾക്കാരൊക്കെ ഇടുക. മോൾക്ക് പിന്നെ ഈ വക നവരാത്രിയുടെ ഡ്രസ്സൊന്നും അങ്ങനെ വേണ്ട. അവൾക്ക് ഇങ്ങനെ കോട്ടൻ്റെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം. അവൾ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അമ്മയ്ക്ക് ഇത് മേടിച്ചോ, അമ്മയ്ക്ക് ഡാൻസിനൊക്കെ ഇടാലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലതിനൊക്കെ ഭയങ്കര റേറ്റാണ് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനും നമുക്ക് ഇതിലും ലാഭത്തിന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ റേറ്റും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ മേടിക്കുന്നുണ്ടായിരുന്നത്. അവർ കാശ് ഇങ്ങനെ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാശ് ഒട്ടും കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഓവർ സൈസ് ഡ്രസ്സൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയ കാരണം ഇങ്ങനെ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് നല്ല സുഖമാണ് കേട്ടോ മാറ്റിയിടാം. ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ നമുക്ക് ഡ്രസ്സ് മാറ്റിയിടാനും തരും. കുറച്ച് മുന്നേ വരെ അങ്ങനെ ഡ്രസ്സ് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്ര ഇഷ്ടമുണ്ടാവും. പക്ഷെ ഇപ്പോൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അത് കാരണം കുറച്ച് കാശും ലാഭം. ഒരു ഡ്രസ്സ് മേടിച്ചാൽ മതി. ജ്വല്ലറി ഐറ്റംസൊക്കെ ഈ വളയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്ത് സത്യത്തിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റണതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനത് മോളോട് ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് ഉണ്ടാക്കി തരുമോ ഇതൊക്കെ മേടിച്ച് തന്നാലെന്ന്. ഈ ഒരു വള പറഞ്ഞത് 250 ആണ് കേട്ടോ. നെക്ലേസിനും ഈ ഓക്സിഡൈസ് ജ്വല്ലറിക്കൊക്കെ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. 1000 ഒരു നെക്ലേസിന് തന്നെ പറഞ്ഞത്. അപ്പോൾ അതൊന്നും അങ്ങനെ മേടിച്ചില്ല. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തന്നെ ഇടാം. മേടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. പൊതുവേ പവായിൽ ഇത് ഗലേറിയ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും പറയാം. ഫോറിനേഴ്സൊക്കെ വന്ന് മേടിക്കണ ആ ഒരു ഭാഗമൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും ഇവിടെ ഉണ്ടാവുക. അതിന് ആ നെക്ലേസിനൊക്കെ 1000 ആട്ടോ പറഞ്ഞത്. ആസ് എ യൂട്യൂബർ അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് സ്കേർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലെയർ ഉണ്ടായിരുന്നു. അത് നല്ല രസം. പക്ഷെ അത് ഇത്തിരി ഇറക്കം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മുഴുവൻ ലെങ്ത് ഇല്ലാത്ത കാരണം പിന്നെ ഞാനത് മേടിച്ചില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ അമ്മേനെ നോക്കി ഉണ്ണിക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ഒരു മടിയുണ്ട്. അമ്മ അവർ നോക്കണേ ഇവർ നോക്കണമെന്ന് ഇങ്ങനെ പറയിട്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ എത്തിയാൽ പിന്നെ സമയം പോണതേ അറിയില്ലല്ലേ. ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് മേടിക്കുന്നത് എൻ്റെ അടുത്തുള്ളത് തന്നെയാവും ഞാൻ തിരിച്ച് മേടിക്കുക. ഈ ഒരു കളറിനോടുള്ളൊരു ഇഷ്ടം പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അല്ലേ. ഓക്സിഡൈസ് ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കമ്മലുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ചിലപ്പോൾ റിപ്പബ്ലിക് ഡേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാവും അല്ലേ. വെറൈറ്റി ആയിട്ടില്ലേ. ഇവിടെ കുറേ നേരം നിന്ന് കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയും 100 എണ്ണം ഉണ്ടല്ലോ ഇതേപോലത്തെ എന്ന് പറയും. അതിനിടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പെട്ടെന്ന് മഴ വന്നു ഗൈസ്. അപ്പം ഞങ്ങൾ എങ്ങോട്ടോ പോവാണ്. ഇവിടെ അമ്മ ഉണ്ട്. അമ്മ ഹായ് പറയൂ. ഫ്രണ്ട് ഏട്ടന് എന്തോ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് ജസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്ന് പോവാണ്. അവർ രണ്ടുപേര് ജെൻസിൻ്റെ സെക്ഷനിൽ ഭയങ്കര തെരച്ചിലാട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടി അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഞാൻ എവിടെ പോയാലും എൻ്റെ ബാക്കിലുണ്ടാവും. ഒറ്റയ്ക്ക് നോക്കുകയില്ല, മേടിക്കില്ല. ഞാൻ വരണം നോക്കാൻ. അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ. അപ്പോൾ
എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചെപ്പൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹീലില്ലാത്തത്. അപ്പം ഞാനത് ഇട്ട് നോക്കുമായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതേ വിശപ്പൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ. പേര് എന്തായിരുന്നു, ഒരു വെറൈറ്റി പേരായിരുന്നു, മിയ കുച്ചീന. ഇറ്റാലിയനിൽ എന്തെങ്കിലും ആയിരിക്കും അത്. അതിൽ ആ മെനുവിലുള്ള എല്ലാ പേരുകളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത്രയ്ക്ക് വെറൈറ്റി പേരായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒന്നും ഓർഡർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, കാരണം അത് പറയാൻ കുറച്ച് പേടിയായി. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക്സൊക്കെ വന്നു, പതുക്കെ ഓരോന്ന് വന്നു. ഉണ്ണി തണുത്തത് കഴിക്കില്ല, ഇങ്ങനെ സോഡ ഇട്ടതൊന്നും കഴിക്കാത്തതുകൊണ്ട് അവളതൊന്നും കഴിച്ചില്ല കേട്ടോ. ഉണ്ണിക്ക് ഒരു എക്സാമും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് തണുത്തതൊന്നും കഴിക്കാത്തത്. പെട്ടെന്ന് ഇങ്ങനെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് നമുക്ക് എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു വയ്യായി ഉണ്ടാവും. അപ്പോൾ അത് കാരണം പിന്നെ തണുത്തതൊന്നും അവൾ തന്നെ പറഞ്ഞു വേണ്ടാന്ന്. മറ്റേത് സ്ട്രോബെറിയുടെയൊക്കെ ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ വെക്കേഷൻ വരുന്ന സമയത്താണ് അവൾ അത്ര ദിവസം കഴിക്കാൻ പറ്റാത്ത ഐസ്ക്രീമും ഷേക്കും ഒക്കെ കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ സ്റ്റാർട്ടറൊക്കെ. ഇത് നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തതാണ്, എന്നാൽ ഇതും നല്ലതുണ്ടായിരുന്നു. ഉണ്ണി ആദ്യമായിട്ടാണ് കഴിക്കണത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ മസാല ഇട്ട കൂന്തലൊന്നും അങ്ങനെ കഴിക്കില്ല. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടാൽ നമ്മുടെ സുഖിയൻ മാതിരി ഉണ്ട്, പക്ഷേ അതിലൊക്കെ നല്ല സ്റ്റഫിംഗ് ഒക്കെ ചെയ്ത് ഒരു ഇറ്റാലിയൻ ഫ്ലേവർ തന്നെയായിരുന്നു. പിന്നെ ഇത് കാണാൻ കട്ട്ലേറ്റ് പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എടുത്തു. കഴിക്കാൻ പിന്നെ സ്ഥലമില്ല, അതാട്ടോ പറ്റാഞ്ഞതെന്ന് പറഞ്ഞത്. അതേ ഫൈനലി നമ്മുടെ കേക്കും എത്തിയിട്ടുണ്ട്. കേക്ക് കാണാൻ റെഡ് വെൽവെറ്റ് ആണെങ്കിലും പക്ഷേ അതൊരു ചീസ് കേക്ക് തന്നെ ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മധുരം കുറവുള്ളത്. ഞാൻ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഞാനും കേക്ക് കഴിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന കാര്യമാണ്, കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തിനാ ഇത്ര മധുരം ഇട്ടത്. എപ്പോഴും കുറച്ചാ നമ്മളെപ്പോലെ ഇങ്ങനെ അധികം മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ കഴിക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ ഇതേ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി. അടുത്തത് ഇതേ ഉണ്ണിയുടെ സ്പെഷ്യൽ എൻട്രിയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് തുടരുന്നൊരു ആചാരമാണിത്. ഉണ്ണിയുടെ കാർഡില്ലാത്ത ഞങ്ങൾക്ക് ബർത്ത്ഡേസും ആനിവേഴ്സറിയും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ഉണ്ണി കേൾക്കുന്നുണ്ടാവും. ഉണ്ണി വലുതായാലും ഇങ്ങനെ തന്നോളേട്ടാ. ഇതിനെക്കാട്ടിയും വലിയ ഗിഫ്റ്റ് വേറെ ഒന്നുമില്ല അച്ഛനും അമ്മയ്ക്കും. നഴ്സറിയിൽ പോകുമ്പോൾ തൊട്ടേ നമ്മൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർ നമുക്ക് ഇങ്ങനെ പല കാർഡും തരില്ലേ. അപ്പോൾ ഞാനെപ്പോഴും പറയും ഉണ്ണി തന്നെ അത് സൂക്ഷിച്ച് വെച്ചോന്ന്. അപ്പോൾ അത് കാരണം ഉണ്ണിയുടെ അടുത്ത് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ കാർഡും. അച്ഛൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അതിലുള്ള ഫോട്ടോസിൽ എൻ്റെ ഒരു തല തിരിഞ്ഞ ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഫ്രണ്ട് വേഗം ഫോട്ടോ എടുത്തതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് തന്നെയാണ് പ്ലാൻ ആക്കിയത്, നമുക്ക് അടൽ സേതു ബ്രിഡ്ജിലേക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട്. ഒരു ലേറ്റ് നൈറ്റ് ഡ്രൈവ് നല്ലതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടേക്ക് പ്ലാൻ ആക്കിയിട്ട് പോവുകയാണേ. നല്ലൊരു ഡ്രൈവായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു ഡ്രൈവായിരുന്നു അത്. നല്ല ഹിന്ദി പാട്ടും ഒക്കെ കേട്ട് അങ്ങനെ
അങ്ങനെ ബർത്ത്ഡേയുടെ ഈ വ്ലോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.